ലോകത്തിലെ എല്ലാ ദർശനങ്ങളെയും വിമർശിക്കുന്ന, അധിക്ഷേപിക്കുന്ന മാർക്സിസത്തെയും മാർക്സിസ്റ്റുകാരെയും വിചാരണ ചെയ്യേണ്ടേ? മാർക്സിസം തീർച്ചയായും വിചാരണ ചെയ്യപ്പെടണം. അത് ഏതെങ്കിലും ഒരു പാർട്ടിയെയോ ഒരു നേതാവിനെയോ ആക്രമിക്കുകയേ അല്ല. നമ്മൾ വിചാരണ ചെയ്യുന്നത് മാർക്സിസം എന്ന ആശയത്തെ, ആ പ്രത്യയശാസ്ത്രത്തെയാണ്. ഇനിയെങ്കിലും നാം ധൈര്യമായി അത് ചെയ്യണം. അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ലോകം മുഴുവൻ, ഭാരതം മുഴുവൻ തിരസ്കരിച്ച ഒരു ഉപയോഗശൂന്യ പ്രത്യയശാസ്ത്രത്തെ ചുമക്കുന്ന കേരളീയർ ഇനിയെങ്കിലും ഗൗരവമായി മാർക്സിസ്റ്റ് മതത്തെ വിചാരണ ചെയ്യണം. അമ്പേ പരാജയപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രമായ മാർക്സിസം വാസ്തവത്തിൽ ജനങ്ങളെ തന്നെ പരാജയപ്പെടുത്തുകയായിരുന്നു. മാർക്സിസം വെറും ഒരു അന്ധവിശ്വാസം മാത്രമെങ്കിലും മാർക്സിസ്റ്റുകാർ സ്വയം വീമ്പിളക്കുന്നത് അവരുടെ സിദ്ധാന്തം മാത്രം ശാസ്ത്രീയമെന്നാണ്. ശാസ്ത്രീയ സോഷ്യലിസമാണത്രേ. പക്ഷെ ചിന്തിക്കുന്ന ജനങ്ങൾ ചോദിക്കുന്നത്, പരീക്ഷിക്കുമ്പോൾ വീണ്ടും വീണ്ടും തകരുന്ന ഒന്നിനെ ശാസ്ത്രമെന്ന് എങ്ങനെ വിളിക്കാനാവും? യഥാർത്ഥ ശാസ്ത്രത്തിൽ പരീക്ഷണം പരാജയപ്പെട്ടാൽ സിദ്ധാന്തം മാറ്റും. എന്നാൽ മാർക്സിസത്തിലോ സിദ്ധാന്തം പരാജയപ്പെട്ടാൽ ജനങ്ങളെ കുറ്റപ്പെടുത്തും. ജനങ്ങൾ ബോധവാന്മാരല്ല, അവർക്ക് വിവരമില്ല, വിദ്യാഭ്യാസമില്ല, വിപ്ലവ ബോധം വളർന്നില്ല, ക്യാപിറ്റലിസത്തിന്റെ കയ്യാള്, അല്ലെങ്കിൽ ഗോവിന്ദ മാഷ് പറയും പോലെ മുതലാളിത്തത്തിന്റെ കോടാലിക്കൈ, ബൂർഷ്വാസിയുടെ അടിമ എന്നിങ്ങനെ. ഇതാണ് മാർക്സിസത്തിന്റെ ശാസ്ത്രീയത. ഇതാണ് അവരുടെ ശാസ്ത്രീയ രീതി. ഇത് ശാസ്ത്രമല്ല, ഇത് വെറുമൊരു മതമാണ്, വെറും സെമറ്റിക് മതം. തങ്ങളുടെ സിദ്ധാന്തങ്ങൾക്ക് എതിരെയോ വ്യത്യസ്തമായോ പറയുന്നവനെ വെച്ചു പൊറുപ്പിക്കാത്ത മതം. വ്യത്യസ്ത വീക്ഷണങ്ങളെ ഒരിക്കലും അംഗീകരിക്കാത്ത മതം. മാർക്സിസം ദൈവമില്ലെന്ന് പറഞ്ഞു, പക്ഷെ നിരവധി പുതിയ ദൈവങ്ങൾ അവർക്ക്. ദൈവമില്ല, മതം മിഥ്യയാണ്. പക്ഷെ പ്രായോഗിക തലത്തിൽ നോക്കൂ, എന്താണ് സംഭവിച്ചത്? മാർക്സ് ദൈവം, ലെനിൻ ദൈവം, സ്റ്റാലിൻ ഒരു ദൈവം, ഫിഡൽ കാസ്ട്രോ ഒരു ദൈവം. എന്തിന്? കഞ്ചാവ് അടിച്ച് കറങ്ങി നടന്ന ചെഗ്വേര വളണ്ടിയ വിപ്ലവ നായകനും കോടിക്കണക്കിന് ജനങ്ങളെ കാലപുരിക്കയച്ച മാവോ സാംസ്കാരിക വിപ്ലവ നായകനുമാണ് അവർ. അവരുടെ പുസ്തകങ്ങളെല്ലാം വേദങ്ങളാണ്. ചോദ്യം ചോദിച്ചാൽ പാർട്ടി വിരോധി, വർഗദ്രോഹി, റിവിഷനിസ്റ്റ്. ഇത് മതമല്ലെങ്കിൽ, സങ്കുചിത മതം അല്ലെങ്കിൽ പിന്നെ എന്താണിത്? മാർക്സിസത്തിന്റെ ഏറ്റവും വലിയ കുറ്റം മനുഷ്യനെ ആത്മാവില്ലാത്ത യന്ത്രമാക്കി മാറ്റിയതാണ്. മനുഷ്യൻ വെറും സാമ്പത്തിക ജീവി മാത്രമാണത്രേ. അപ്പോൾ മനുഷ്യൻ എന്നാൽ ഭക്ഷണം, ജോലി, ശമ്പളം, വർഗം. അവിടെ ആത്മാവില്ല, സംസ്കാരമില്ല, പാരമ്പര്യമില്ല, വിശ്വാസമില്ല. മനുഷ്യനെ ഇത്രയധികം കൊച്ചാക്കി കാണിക്കുന്ന ആശയം തന്നെ മനുഷ്യത്വ വിരുദ്ധമല്ലേ? ചിന്തിക്കണം. മാർക്സിസത്തിന് കുടുംബം, സംസ്കാരം, പാരമ്പര്യം എല്ലാം ശത്രുക്കളാണ്. കുടുംബം ബൂർഷ്വാസി ഘടന, സംസ്കാരം വർഗത്തിന്റെ ഉപകരണം, പാരമ്പര്യം മനുഷ്യനെ മയക്കുന്ന കറുപ്പ്, ദേശസ്നേഹം എന്നാൽ ഫാസിസം. അപ്പോൾ സ്വാഭാവികമായി ഉയരുന്ന ചോദ്യം, എല്ലാം തകർക്കാൻ മാത്രം ശ്രമിക്കുന്ന ഈ ആശയം മാനവരാശിക്ക് എന്ത് സംഭാവനയാണ് നൽകിയത്? ഉത്തരം വളരെ ലളിതം. മാർക്സിസ്റ്റുകാർ ഒരിക്കലും അംഗീകരിക്കില്ലെങ്കിലും പട്ടിണി, പാർട്ടി ക്യാമ്പുകൾ, ജയിലറകൾ ജനങ്ങളെ മുഴുവൻ ഭീതിയിലാക്കി. ലോകമെമ്പാടും മാർക്സിസം പ്രയോഗിച്ചതൊക്കെ ഉണ്ടായത് ഇത് മാത്രമാണ്. റഷ്യൻ ഗുലാഗുകൾ പ്രശസ്തമാണല്ലോ. ജനങ്ങളെ കൊന്നു തള്ളി. ചൈന സാംസ്കാരിക വിപ്ലവം മൂലം ക്ഷാമത്തിൽ ലക്ഷങ്ങൾ മരിച്ചു. കംബോഡിയയിലെ കില്ലിംഗ് ഫീൽഡ്സ് രാജ്യത്തിലെ 1/3 ജനങ്ങളെ ഒറ്റയടിക്ക് മോക്ഷം കൊടുത്തു.
ക്യൂബ ജനങ്ങളെ അടിച്ചമർത്തി കൊന്നു. ഉത്തര കൊറിയയിലെ ഒരു വട്ടൻ കോടിക്കണക്കിന് ജനങ്ങളെ കൊന്നു തള്ളിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഇന്നും മാർക്സിസ്റ്റുകാർ പറയുന്നത് അതൊന്നും യഥാർത്ഥ മാർക്സിസം അല്ലത്രേ, അതിനി വരാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ്. അപ്പോൾ യഥാർത്ഥ മാർക്സിസം വെറും സ്വപ്നങ്ങളിൽ മാത്രം എന്ന് വ്യക്തം. ബംഗാളിലും ത്രിപുരയിലും ഭരിച്ച് കാട്ടിക്കൂട്ടിയതിനെ പ്രത്യേകിച്ച് പറയേണ്ടതുമില്ല. ഭാരതീയർ മുഴുവൻ അത് കണ്ടു കഴിഞ്ഞിരിക്കുന്നു, അത് അനുഭവിച്ചിരിക്കുന്നു. ഇപ്പോഴത്തെ പുതിയ കണ്ടെത്തൽ എന്താണെന്നറിയോ? ചൈനയെ നോക്കൂ എന്നാണ്. ശരി, നോക്കാം. ചൈനയിൽ നിന്ന് എന്താണുള്ളത്? ബില്യനെയർമാർ, കോർപ്പറേറ്റുകൾ, സ്റ്റോക്ക് മാർക്കറ്റ് വിപണി, സ്വകാര്യ ഉടമസ്ഥത. ഇത് മാർക്സിസമാണോ? അല്ലേ അല്ല. ചൈന മാർക്സിസത്തെ എന്നേ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇന്നവിടെ നടക്കുന്നത് പാർട്ടി ഏകാധിപത്യം മാത്രം. മാർക്സിസം ഉപേക്ഷിച്ച മറ്റു രാജ്യങ്ങളെല്ലാം ജനങ്ങൾ രക്ഷപ്പെട്ടു. മാർക്സിസത്തിൽ ഊന്നി നിന്ന രാജ്യങ്ങൾ തകർന്നു തരിപ്പണമായി. ഇത് യാദൃച്ഛികമായി സംഭവിച്ചതാണോ? അല്ലേ അല്ല. പ്രത്യയശാസ്ത്രത്തിൽ നിന്നും മോചിതരായവർ, മാർക്സിസ്റ്റ് മതത്തിൽ നിന്ന് മോചിതരായവർ രക്ഷപ്പെട്ടു എന്നതാണ് സത്യം. ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്ത മാർക്സിസം ഇന്ന് എവിടെ എത്തിയിരിക്കുന്നു? വിദേശത്ത് ജനിച്ച ആശയം, ഇന്ത്യൻ സംസ്കാരത്തോട് നിരന്തര യുദ്ധം, ഇന്ത്യൻ ദേശീയതയോട് ശത്രുത, ഇന്ത്യൻ ആത്മീയതയെ എന്നും അവഹേളിക്കുക, എപ്പോഴും അവഹേളിക്കുക. ഇന്ത്യൻ മാർക്സിസം വന്നത് ജനങ്ങളെ ഉയർത്താൻ വേണ്ടിയേ അല്ല, ഇന്ത്യയെ തകർത്തു തരിപ്പണമാക്കാൻ തന്നെയാണ്. അതിനാൽ ഇന്ത്യൻ മനസ്സ് അതിനെ ചവറ്റുകൊട്ടയിൽ തള്ളി. ഇന്ത്യയിൽ ഇന്നത് സമ്പൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ആധുനിക ഇന്ത്യൻ യുവാക്കൾ സ്റ്റാർട്ടപ്പുകൾ, ടെക്നോളജി, ഇന്നവേഷൻ, ആഗോള ബന്ധങ്ങൾ എന്നിവയെ കുറിച്ച് ബോധവാന്മാരാണ്. അവർക്ക് മാർക്സിസം എന്ത് നൽകുന്നു? പഴകി കീറിയ അവരുടെ ആരും വായിക്കാത്ത വേദപുസ്തകങ്ങൾ, പഴകിയ മുദ്രാവാക്യങ്ങൾ, എല്ലാത്തിനോടും വിരോധവും വെറുപ്പും. അതിനാൽ യുവാക്കൾ ഇവരുടെ പ്രാകൃത സിദ്ധാന്തങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ജനങ്ങൾ, ബഹുഭൂരിപക്ഷം വരുന്ന ഭാരതീയ ജനങ്ങൾ മാർക്സിസത്തെ പൂർണ്ണമായും പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഇനി എന്റെ അന്തിമ വിധി പറയട്ടെ. മാർക്സിസം വെറും ഒരു പരാജയപ്പെട്ട ആശയം മാത്രം. അത് മനുഷ്യ വിരുദ്ധ ആശയമാണ്, സംസ്കാര വിരുദ്ധ ആശയമാണ്. അത് മനുഷ്യനെ ചെറുതാക്കി, സമൂഹങ്ങളെ തകർത്തു, രാഷ്ട്രങ്ങളെ ശവപ്പറമ്പുകളാക്കി മാറ്റി. ഇന്നതിന്റെ അനുയായികൾ ചുവപ്പ് പതാക വീശിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. വിപ്ലവം നടന്നില്ല, ഭാരതീയ സംസ്കാരം നിലനിൽക്കുന്നു. മാർക്സിസം തോറ്റു, മനുഷ്യൻ ജയിച്ചു. അവസാനമായി കേരളത്തിലെ എൻ്റെ സഹോദരീ സഹോദരന്മാരോട് ആശയങ്ങൾ ചോദ്യം ചെയ്യണം, ആശയങ്ങളെ വിചാരണ ചെയ്യണം, ആശയങ്ങൾ മനുഷ്യനെ സേവിക്കുന്നതാവണം. സഖാവ് കുഞ്ഞികൃഷ്ണൻ ചെയ്തതുപോലെ ചോദ്യം ചെയ്യണം. മാർക്സിസം ഇതൊന്നും അനുവദിക്കുകയേയില്ല. അതിനാൽ ചരിത്രത്തിന്റെ കോടതിയിൽ, ജനങ്ങളുടെ കോടതിയിൽ മാർക്സിസം തോറ്റു തുന്നം പാടിയിരിക്കുന്നു. ചിന്തിക്കുക, പാർട്ടി യജമാനന്മാർക്ക് ചിന്തയെ വിട്ടുകൊടുക്കാതിരിക്കുക. ബംഗാളും ത്രിപുരയിൽ നമുക്ക് നല്ല പാഠങ്ങൾ നൽകിയില്ലേ, അത് ഓർമ്മിക്കുക എന്ന് പറഞ്ഞ് നിർത്തട്ടെ. വന്ദേ മാതരം, വന്ദേ ഭാരതം, ഭാരത് മാതാ കി ജയ്.